സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് PUK കോഡ്. എന്താണ് PUK എന്ന് പറയുന്നത്? പേഴ്സണൽ അൺബ്ലോക്കിംഗ് കീ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. നമ്മൾ എന്തിനാണ് ഈ PUK കോഡ് ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡുകൾ നമ്മൾ ലോക്ക് ചെയ്തിടാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് സിം കാർഡുകൾ ലോക്ക് ചെയ്തിടുന്നത് എന്ന് വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുമുണ്ട്. നമ്മൾ സിം കാർഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പിൻ ലോക്ക് നമ്മൾ തെറ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ചില സിം കാർഡിൽ 3 പ്രാവശ്യം, ചില സിം കാർഡിലൊക്കെ 10 പ്രാവശ്യമൊക്കെ നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ തെറ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിം കാർഡ് ടെമ്പററി ബ്ലോക്ക് ആകും. പിന്നെ നമുക്ക് കോൾ വരില്ല, അതുപോലെ തന്നെ കോൾ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു PUK കോഡ് നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമാണ് അത് അൺബ്ലോക്കിംഗ് ചെയ്യാൻ സാധിക്കുക. കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു PUK കോഡ് കളക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അതൊന്നും ഇല്ലാതെ കസ്റ്റമർ കെയറിൽ വിളിക്കാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന്റെ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു PUK കോഡ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം എയർടെലിന്റെ PUK നമ്പർ എങ്ങനെ ലഭിക്കാമെന്ന് നോക്കാം. എയർടെലിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഹെൽപ്പ് എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫേസിംഗ് ഇഷ്യൂ വിത്ത് സിം കാർഡ് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും സിം ബ്ലോക്ക്ഡ്, അതുപോലെ തന്നെ PUK റിക്കവർഡ് എന്ന ഈ ഒരു ഭാഗം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ താഴെ ഗെറ്റ് മൈ PUK എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ആ ഒരു PUK നമ്പർ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. 8 അക്ക PUK നമ്പറാണ് ഇത്. നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സിം കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു PUK ഉപയോഗിച്ചിട്ടാണ് തുറക്കാൻ സാധിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും ഇത് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് ജിയോ കാർഡിന്റെ എങ്ങനെയാണ് PUK കോഡ് നമുക്ക് എടുക്കാൻ നോക്കാം. ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ വലതുവശത്തായിട്ട് പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേരിന്റെ ആദ്യത്തെ അക്ഷരം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ മൊബൈൽ സെറ്റിംഗ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സർവീസ് സെറ്റിംഗ്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് PUK എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു PUK കോഡ് കാണാൻ സാധിക്കും. ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ ജിയോ കാർഡും ഇതുപോലെ സിം കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു PUK നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് VI എങ്ങനെയാണെന്ന് നോക്കാം. VI ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്നാലും ആപ്ലിക്കേഷനിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെയും ഹെൽപ്പ് അല്ലെങ്കിൽ DND എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ PUK എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ PUK എന്ന് ടൈപ്പ് ചെയ്യാണ്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഹൗ ഡു ഐ ഗെറ്റ് മൈ PUK നമ്പർ എന്ന ഈ ഒരു ഭാഗം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് PUK കോഡ് ലഭിക്കും എന്ന്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാംസങ് മൊബൈലൊക്കെ ഇവിടെ കാണുന്നത് നേരിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഇവിടെ സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റും അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും കാണാൻ സാധിക്കും. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എനിക്ക് എൻ്റെ PUK നമ്പർ എങ്ങനെ ലഭിക്കും. PUK കോഡ് നിങ്ങളുടെ സിം കാർഡിന് മാത്രമുള്ള ഒരു നമ്പറാണ്. നിങ്ങളുടെ അക്കൗണ്ടിന്റെ അനധികൃത ഉപയോഗം തടയുന്നതിനും നിങ്ങളുടെ സിം വിശദാംശങ്ങൾ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സിം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെനു നാവിഗേറ്റ് ചെയ്യുന്നതിന് മറ്റൊരു VI നമ്പറിൽ നിന്നും 199 ടോൾ ഫ്രീ IVR ഡയൽ ചെയ്ത് നിങ്ങളുടെ സിം അൺബ്ലോക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ PUK കോഡ് വീണ്ടെടുക്കാം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ VI സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് PUK കോഡ് ലഭിക്കില്ല. മറ്റൊരാളുടെ VI നമ്പറിൽ നിന്നും നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ നമ്പറും അതുപോലെ തന്നെ ഇങ്ങനെ ബ്ലോക്കായ സംഭവം പറയണം. എന്നിട്ട് നിങ്ങളുടെ ID പ്രൂഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നമ്പറിന്റെ PUK കോഡ് ലഭിക്കുക. ഓക്കെ, അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. BSNLന്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഉപയോഗിക്കാത്ത സിമ്മാണ്.
അപ്പോൾ അതും നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമാണ് PUK കോഡ് ലഭിക്കുക എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന സിം കാർഡിൻ്റെ ഒക്കെ PUK കോഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കളക്ട് ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.